7788 അല്ലേ? പത്തനംതിട്ട 7788 ലീഡ് കൂടിയിട്ടുണ്ട്. 60,000-ത്തിനടുത്തേക്ക് ലീഡ് ഉയർത്താൻ ലീഡ് 60,000 കടന്നു. എറണാകുളത്ത് ഹൈബ്രിഡ് ലീഡ്. പത്തനംതിട്ടയിൽ ഐസക് പിന്നിൽ, മുന്നിൽ ആന്റോ ആന്റണി. അതായത് നല്ലൊരു ലീഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ബി.ജെ.പി. ഷാഫിയുടെ ലീഡ് 20,000-ത്തിനടുത്തേക്ക്. ഷാഫിയുടെ ലീഡ്. വടകരയിലും ഇനി ഒരു പിന്നോട്ട് പോക്കില്ല യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോട് MK രാഘവൻ തന്നെ ജയിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇനി സംശയമില്ല, 50,000-ത്തിനടുത്തേക്ക് ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. മാവേലിക്കരയിൽ ലീഡ് കൂടുകയാണല്ലോ രഞ്ജിത്ത്. 4,300. കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ ലീഡ് ഏതാണ്ട് 5,000-ത്തിനടുത്തായി എന്നുള്ളതാണ്. അവസാന റൗണ്ടുകളിൽ കൊടിക്കുന്നിൽ തന്റെ പ്രഭാവം തിരിച്ചുപിടിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഉണ്ടായാലും കൊടിക്കുന്നിൽ ജയിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ അറിയാവുന്ന നേതാവാണ് കൊടിക്കുന്നിൽ എന്ന കാര്യം കൃത്യമായിരുന്നു. നമുക്ക് വ്യക്തമാകുന്നത് മലപ്പുറത്ത്, വയനാട്ടില്, കോഴിക്കോട്ട്, കൊല്ലത്ത്, പത്തനംതിട്ടയില്, എറണാകുളത്ത്, ഇടുക്കിയില്, ചാലക്കുടിയിലൊക്കെ UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡും കണ്ണൂരും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. വടകരയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ചാലക്കുടിയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ആലത്തൂർ മാത്രം ചുവപ്പ് കോട്ടയായി നിലനിൽക്കുന്നു. പച്ചത്തുരുത്തായി LDF-ന് കേരളത്തിൽ. മാത്രമല്ല, ഇത്തവണ 1 ലക്ഷത്തിന് മുകളിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ലീഡ് കിട്ടാൻ ഏതാണ്ട് 8ഓ 9ഓ മണ്ഡലങ്ങൾ UDF-ന് ഉണ്ടായിരിക്കുമെന്നത്. ഇപ്പോൾ 80,000-ത്തിന് മുകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില ഉയർന്നു. വയനാട്ടിൽ ഉറപ്പാണ്, ഇടുക്കിയിൽ ഉറപ്പാണ്, എറണാകുളത്ത് ഉറപ്പാണ്, കൊല്ലത്ത് ഉറപ്പാണ്, മലപ്പുറത്തും പൊന്നാനിയും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയൊക്കെ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളുടെ ലീഡ് ഉറപ്പായി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ 2019 സമാനമായ രീതിയിൽ UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന 2 മണ്ഡലങ്ങൾ BJP പിടിക്കുകയാണ്. അതിലൊന്ന് തൃശൂർ BJP എടുക്കുന്നു. UDF-നെ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും കോൺഗ്രസിനുള്ളിൽ. തിരുവനന്തപുരത്ത് രാജചന്ദ്രശേഖർ ലീഡ് ഉയർത്തുന്നു, അതും ചോദ്യം ചെയ്യപ്പെടും. ഈ 2 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാൽ UDF തരംഗം എന്നതിന് വലിയ തിരിച്ചടിയായി മാറും. BJP ആണ് പിടിക്കുന്നത്, CPM അല്ല എന്നതും വലിയ ചോദ്യചിഹ്നമായി മാറും. അത് മാത്രമല്ല, 2 സീറ്റുകൾ BJP നേടുകയാണെങ്കിൽ CPM ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ അതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകും. അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് എന്തായിരിക്കും സ്ഥിതി? ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തിൻ്റെത്. അവിടെയാണ് ഇപ്പോൾ എത്ര 5,000 വോട്ടുകളുടെ ലീഡ് ആയിട്ടില്ല അല്ലെ? 5,000-ലേക്ക് വന്നിട്ടില്ല. പക്ഷെ 4,700 സംതിങ് വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 25,000 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 25,000 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 25,000 കടന്നു. 25,000 കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നു. കേരളത്തിൽ താമര വിരിയുന്നു. അങ്ങനെ കേരളത്തിൽ താമര വിരിയുകയാണ്. സുരേഷ് ഗോപി 25,000-ത്തിന്റെ ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത് VS സുനിൽകുമാറാണ്. സുനിലിനെ അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിക്കൊടുക്കുകയാണ്. സ്ഥാനത്തേക്ക് K മുരളീധരൻ വരുന്ന കാഴ്ച. അതിനിടയിൽ വടകരയിൽ 1/4 ലക്ഷത്തിനടുത്തേക്ക് ഷാഫിയുടെ ലീഡ് 23,000 കടന്നിരിക്കുന്നു. ഷാഫിയുടെ ലീഡ്. ഷാഫി പറമ്പിൽ നല്ല കാഴ്ചവെക്കുകയാണ്. വടകരയിലും ഇനി ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. ടീച്ചർക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ റൗണ്ട് വരുമ്പോഴും ഷാഫി മെച്ചപ്പെടുത്തുകയാണ്. മാത്രമല്ല, കൂത്തുപറമ്പും തലശ്ശേരിയും ഒക്കെ അവിടെയും വലിയ രീതിയിൽ ലീഡ് നേടുവാനായിട്ട് കഴിയുന്നില്ല ശൈല ടീച്ചർക്ക് എന്ന പ്രത്യേകതയും. കഴിഞ്ഞ തവണ കിട്ടിയ 84,000 എന്നൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു സംശയം മാത്രം. ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 67,000 ആയി ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ